ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നതിനിടെ മൂന്നാറിലെ സ്ഥാനാർത്ഥികളുടെയും അവിടുത്തെ സമ്മതിദായകരുടെയും വിശേഷങ്ങളിലേക്കാണ് കർമ്മ ന്യൂസ് പോകുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ഇതുവരെയും இங்கே மண் இடிஞ்சப்போ கான்ட்ராக்ட் செய்துட்டு இது வரைக்கும் அந்த கான்ட்ராக்ட் செய்தப்போ எங்களுக்கு அவரை கிடைக்கல. இது வரைக்கும் ஒரு ஆணுகளையும் எங்களுக்கு இந்த மாதிரி மூணார் மேഖലയിൽ இதுவரையும் செஞ்சதில்லை. നിങ്ങൾ ഈ മണ്ണ് ഇടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇടുക്കി എം പിയെ കോൺടാക്ട് ചെയ്തപ്പോൾ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി? ഞങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ല, கிடைக்காம இருந்துச்சு. நான் കോൺട്രാക്ട് ചെയ്തപ്പോൾ അവങ്ങൾക്ക് അത് ശരിயான ഒരു ഇതൊക്കെ പോയി ചേരല്ല. അവങ്ങൾക്ക് 10-40 കൊല്ലമായിട്ട് ഈ മൂന്നാർ മേഖലയിൽ ജീവിക്കുന്നവരാണ്, സ്ഥിരവാസികളാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല. അത് ഏത് ഗവൺമെൻറ് വന്നാലും സർക്കാർ തലത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. സീറോ ലാൻഡ് സ്ഥലമെല്ലാം ഒരുപാട് ആളുകൾ കൊടുത്തു. ഞങ്ങൾ സ്ഥിര ജീവിതക്കാരാണ് മൂന്നാറിൽ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്കത് അനുകൂലമായിട്ട് തരുന്നില്ല ഏതൊരു ഗവൺമെൻറ്റും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ജോയ്സ് ജോർജ് സാറിനോട് ഒരു ബഹുമാനമുണ്ട്. വരുമ്പോൾ വന്ന് അല്ലാതെ ഒരു വിഷയമില്ലല്ലോ. അവർ വരുന്നു, കാണുന്നു. ഈ ഇലക്ഷൻ ടൈം മാത്രമല്ലേ വരുന്നുള്ളൂ. അല്ലാതെ ഈ ഇവിടെ ആരാണ് ജയിക്കാൻ സാധ്യത? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എം പി നമ്മുടെ ഡീൻ കുര്യാക്കോസിനെ നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. പക്ഷേ ആര് വന്നാലും ഇതാണ് പ്രതികരണം. എന്തെന്ന് വെച്ചാൽ അവർ വരുന്നു, അവരുടെ കാര്യം സാധിച്ച് അവർ പോകുന്നു, അവരുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പാവപ്പെട്ട മക്കൾക്ക് ഒരു സ്ഥലമോ വീടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും തിരക്കിയിട്ട് കൊടുക്കണം. ഈ ഉള്ളവന് തന്നെ കൊടുത്തിട്ട് പോയിട്ട് കാര്യമല്ലോ. പാവപ്പെട്ട ഞങ്ങളും ജീവിക്കണ്ടേ? ഞങ്ങൾ ടാറ്റ കമ്പനിയുടെ വീട്ടിലൊക്കെ കിടന്നുറങ്ങണേ. അവർ പുറത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെവിടെ പോകും? ഞങ്ങൾക്ക് എന്നുള്ള ഒരു 5 സെൻറ്റ് സ്ഥലമോ ഒരു സീറോ ലാൻഡ് ഒരുപാട് വ്യക്തികൾ കൊടുക്കുന്നുണ്ട്. ഉള്ളവർക്ക് തന്നെ കൊടുത്തിട്ടുള്ളൂ. അത് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് നിങ്ങൾ ഒരു എം പി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പുള്ളി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു പോയി. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല പുള്ളിനെ. മൂന്നാർ മേഖലയിൽ പുലി പിടിച്ചത് എൻ്റെ വൈഫിനെയാണ്. തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്താണ് പിടിച്ചത്. അതിന് പോലും നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു അനുകൂലമോ കിട്ടിയിട്ടില്ല. പുലി പിടിച്ച് പോയി. ഞങ്ങളുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയി ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി ഇരിക്കുന്നത്. ഞങ്ങൾ പോകും, അവിടെ ഡിവിഷണൽ ഓഫീസിൽ പോകും. അവിടെ ചെല്ലണത് മാത്രമേ ഉള്ളൂ, ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ അവർ ഉദ്യോഗസ്ഥന്മാർ. അല്ലാതെ ഒരു അനുകൂലവും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് മൂന്നാർ മേഖലയിൽ സംഭവിച്ചിട്ടിരിക്കുന്നത് സാർ. അപ്പം ഡീൻ കുര്യാക്കോസ് ജയിച്ചു പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വികസനമോ കാര്യങ്ങളോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരാതികൾക്ക് ഒരു ശാശ്വതമായ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പുള്ളിയെ സ്പെഷ്യൽ അടിച്ചെന്ന് കണ്ടിട്ടുമില്ല, പുള്ളി എടുത്തൊരു അപേക്ഷ വെച്ചിട്ടുമില്ല. ഞങ്ങൾ സർക്കാർ തലത്തിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെയ്ക്ക് വെച്ച് നമ്മൾ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് நம்ம டீன் குரியாக்கோஸும் சரி, நம்ம ஜோய்ஸ் ஜார்ஜி சாரும் சரி, இது வரைக்கும் நமக்கு 5 வருஷத்துக்கு அப்புறம் இது வரைக்கும் வந்தது கிடையாது. எந்த காரியத்துக்கு நமக்கு எலெக்ஷன் சமயம் மாத்திரம் வராங்க போகிறாங்க, அவ்வளோதான் தெரியுது. நமக்கு பஞ்சாயத்தில் இருந்தோ எந்த எம்பி எலெக்ஷன்லையும் இல்லை, பஞ்சாயத்து எலெக்ஷன் இல்லை, எம்எல்ஏ எலெக்ஷனில் எதுவுமே நமக்கு ஒரு അനുകൂലം கிடைக்கிறதிല്ല. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എം പിയെ കോൺടാക്ട് ചെയ്യാനോട്ടോ അല്ലെങ്കിൽ ഒരു നിവേദനം സമർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എം പിയെ നിങ്ങൾ നേരിട്ട് കാണുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ അപ്പോൾ ഇതുവരെയ്ക്ക് എം പി பார்த்ததில்ல. ഞങ്ങൾ അതേ എന്ത് ഇതിനും சொன்னதும் கிடையாது. എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ. മൂന്നാർ മാത്രമല്ല, ഇടുക്കി ആ ഉൾപ്പെട്ട ജില്ലകളിൽ പട്ടയത്തിൻ്റെ പ്രശ്നവും അതേപോലെ കൈമാറ്റം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു കെട്ടിടം പണിയാനോ ഒരു വീട് പുതുക്കി പണിയാനോ ഇഷ്ടമില്ല, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ജോയ്സ് ജോർജ് 5 വർഷം ഉണ്ടായിരുന്നു. പുള്ളി ശരിക്കും ജനപ്രിയനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ഓടിയെത്താനും കാര്യങ്ങളൊക്കെ പുള്ളി കൊണ്ട് പറ്റിയിരുന്നു. പുള്ളി കുറേ പരിശ്രമിച്ചിരുന്നു. പക്ഷേ എന്തോ ഡീൻ കുര്യാക്കോസ് വന്നതിന് ശേഷം ഇവിടെയെങ്കിലും കാണാനില്ല. പുള്ളിക്ക് വരാൻ പറ്റില്ല. എന്നിരുന്നാലും ഇലക്ഷൻ സമയത്ത് മാത്രം ചെറിയ പ്രഹസനങ്ങളായിട്ട് വന്നിട്ട് മറ്റേ ആന അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കുന്നു മാത്രമേ. അതാണ് പുള്ളിയെ കണ്ടത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. അത് സാധാരണ ജനങ്ങളായിട്ട് ഒരു വീടും സ്ഥലമുണ്ട്, അതിൽ കരടയ്ക്കാൻ പറ്റുന്നില്ല, അതേപോലെ പട്ടയം മാറ്റി കൊടുക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പഠിപ്പിന് ലോണ് അങ്ങനെ കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹൗസിംഗ് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും സാധാരണക്കാരനൊന്നും കിട്ടത്തില്ല.
ഈ നിലവിൽ ഈ ഡീൻ കുര്യാക്കോസാണ് ആണല്ലോ ഇപ്പോഴത്തെ MP. അപ്പോൾ എന്താണ് നിങ്ങളൊരു ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഡീൻ കുര്യാക്കോസിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസ് മൂന്നാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാമോ? നിലവിൽ എന്തും ചെയ്തിട്ട് അറിയത്തില്ല. പക്ഷേ സാധാരണ എപ്പോഴും കേൾക്കുന്ന പോലെ ബൈപ്പാസ് റോഡുകളും അതേപോലെ ഈ നാഷണൽ, എനിക്കറിയില്ല, മറ്റേ കേന്ദ്രം, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അല്ലാണ്ട് പുള്ളിയെ ഒന്നും ചെയ്തിട്ടൊന്നും അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ അറിവില്ലാമായിരിക്കും, വലിയ അറിയില്ല. പക്ഷേ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും 5 വർഷം കഴിഞ്ഞിട്ടും MP ഇതുവരെ ആയിട്ടും വന്നിട്ടുമില്ല. ലൈക്ക് ഇവിടെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയം ആണെങ്കിലും ഇതുവരെ ലൈക്ക് പണി കഴിഞ്ഞിട്ടും അത് റീഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നോക്കിയാലും പല പ്ലെയേഴ്സും ഉണ്ട്, കുറേ സ്റ്റേറ്റും കുറേ ഇത് കളിക്കുന്ന പ്ലെയേഴ്സും ഉണ്ട്. പക്ഷേ അവർക്കൊരു ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, അതിൽ ക്യാമ്പ് നടത്തുക, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ, നല്ല രീതിക്ക് പോകാനും പറ്റുള്ളൂ. ഇവിടെ അതൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ MP യെ ബന്ധപ്പെടാനായിട്ടോ അങ്ങനെ ശ്രമിച്ചോ, അല്ലെങ്കിൽ MP യെ നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ കാണാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ കംപ്ലൈൻ്റൊക്കെ MP ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ MP ഇവിടെ വന്നിട്ട് പോലുമില്ല, നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഇങ്ങോട്ട് വരുന്നതായിട്ടും ഒന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇനി നിങ്ങളുടെ നിലപാടും കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷനിൽ? ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിലും നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്ത് തന്ന് അതിനെ നല്ലൊരു രീതിക്ക് കൊണ്ടുപോയാലേ വളർന്ന തലമുറയൊക്കെ നല്ല രീതിക്ക് പോകാനും, അതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഡ്രഗ്സുമായിട്ട് ഇത് ചെയ്താൽ പോകാണ്ട് നല്ല രീതിക്ക് പോകാൻ പറ്റുള്ളൂ.